അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് ഒരിക്കൽ സുന്നത്താണെന്ന് സമൂഹത്തോട് പറഞ്ഞു. സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, സുഇലാൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹി ഉലിത്തു, അന്നാണ് എൻ്റെ ജന്മദിനം, വഫീഹി ഉൻസില അലയ്യ, അന്നാണ് എനിക്ക് വഹയ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിൽ ഒന്നാമത് പറഞ്ഞ തെളിവ് എന്താ? അന്നാണ് എൻ്റെ ജന്മദിനം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ഈ മുസ്ലിങ്ങൾ തർക്കിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു തങ്ങൾ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്. അത് ഒരു തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി ജനിച്ചതെങ്കിലും എല്ലാ തിങ്കളാഴ്ചയും അതിന്റെ പവർ മടങ്ങി വരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു. ഇനി പാകമുള്ള പ്രശ്നം എന്തുള്ളൂ? വർഷത്തിലൊരിക്കൽ ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താ രേഖ എന്ന് മാത്രമേ പരിശോധിക്കേണ്ടുള്ളൂ. അതിന് ഹാഫിദുൽ അസർ, ഒരു കാലഘട്ടത്തിന്റെ ആധികാരിക ഹദീസ് പണ്ഡിതൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. എനിക്ക് അതിന് വ്യക്തമായ അസില് പറയാൻ കഴിയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഒരു തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി ജനിച്ചതെങ്കിലും എല്ലാ തിങ്കളാഴ്ചക്കും അതിന്റെ മഹത്വം വരുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഇനിയിപ്പോ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നടക്കുന്നത് പോലെ റബീഉൽ അവ്വൽ വാർഷികമായി ആഘോഷിക്കാൻ അടിസ്ഥാനപരമായി എന്തെങ്കിലും രേഖ ആവശ്യമുണ്ടോ? ആവശ്യമൊന്നുമില്ല, ഈ രേഖ തന്നെ മതി. പക്ഷേ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹറം 10 നോമ്പ് അതിനുള്ള അടിസ്ഥാനപരമായ രേഖയാണ്. എന്താ കാരണം? ഒരനുഗ്രഹം ലഭിച്ചതിനോ വിഷമം നീങ്ങി കിട്ടിയതിനോ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം സംഘടിപ്പിക്കുക എന്നത് മുഹറം 10 മൂസ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മൂസാ നബി രക്ഷപ്പെടുക എന്ന നിഅമത്തിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് റസൂലുള്ളാഹിയെ നമുക്ക് ലഭിക്കുക എന്നത്. ആ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതിന് അനുഗ്രഹമായിട്ട് എല്ലാ മുഹറം 10 അവിടെ ദിവസത്തിന്റെ പ്രാധാന്യമല്ല, വാർഷികമായുള്ള ആഘോഷമാണ്. അപ്പൊ ആ എല്ലാ മുഹറം 10 പ്രത്യേകതയുണ്ടെങ്കിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശുക്ർ രേഖപ്പെടുത്താൻ നോമ്പ് മാത്രമല്ല ഏത് നന്മയും അതിന് പറ്റുമെന്നും ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വഅയ്യു നിഅമത്തിൻ അഅ്ളമു മിനൻ നിഅമത്തി ബിബുറൂസി ഹാദൻ നബിയ്യി നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് അല്ലാഹു തആല നൽകി എന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹം വിശ്വാസികൾക്ക് മറ്റെന്താണുള്ളത്? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത സംഗതിയായിരുന്നു റസൂലുള്ളാഹിന്റെ ജന്മദിനം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിന്റെ മഹത്വം പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്തും അത് ആഘോഷിച്ചിട്ടുണ്ട്, താബിഈങ്ങളും അത് ആഘോഷിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്ന് നൂറുകണക്കിന് സ്വഹാബികളെ കണ്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തന്നെ ഉഹദ് മലയോളം സ്വർണം എനിക്ക് കിട്ടിയാലും അത് റസൂലുള്ളാഹിന്റെ മൗലിദ് ആഘോഷത്തിന് ചെലവാക്കാൻ എനിക്ക് താല്പര്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ മൗലവിമാര് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ 3 നൂറ്റാണ്ടിന് ശേഷമാണ് അത് ഉണ്ടായതെന്ന് ഈ ആയത്തിൽ പറഞ്ഞില്ലേ, തഴവ പറഞ്ഞില്ലേ എന്നൊക്കെ മൗലവിമാര് ചോദിക്കാറുണ്ട്. അതൊക്കെ അതിന്റെ വിപുലമായ വളരെ വ്യക്തമായ രൂപങ്ങളാണ്, അടിസ്ഥാനമല്ല. അടിസ്ഥാനം റസൂലുള്ളാഹിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു സംഗതിക്ക് ഇസ്ലാം എതിർക്കാത്ത ഭൗതികമായ ഏത് രൂപങ്ങളും ആകാവുന്നതാണ് എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം. അതിനെതിരിൽ ജന്മദിനാഘോഷം ബിദ്അത്താണെന്ന് പറയണമെങ്കിൽ അത് ഖുർആനിനെതിരാണെന്നോ ഹദീസിനെതിരാണെന്നോ മുസ്ലിമീങ്ങളുടെ തീരുമാനത്തിനെതിരാണെന്നോ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു രേഖയുമില്ലെന്ന് മാത്രമല്ല, പുത്തൻ ചിന്താഗതിക്കാരുടെ ആദ്യകാല നേതാക്കൾ കെ മൗലവി ഉൾപ്പെടെയുള്ളവർ വരെ ഗംഭീരമായി ജന്മദിനാഘോഷം നടത്തിയിരുന്നു എന്നാണ് വളരെ വ്യക്തമായി അവരുടെ അൽ ഇർഷാദിലും അൽ മുർഷിദിലും ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞതിലും ഇനി പറയാനുള്ള സകല വിഷയങ്ങളിലും നാം വളരെ വ്യക്തമായി കാണുന്ന ഒരു സംഗതി എന്താണ്? സമൂഹത്തിന്റെ ഖൈറിന്റെ ഭാഗധേയം നിർണയിക്കുന്ന രംഗത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ള ശക്തികൾ മുഴുവനും മത്സരിച്ച് വാശി പിടിക്കുന്നു. എന്തിനു വേണ്ടി? നന്മ തടയുന്നതിനു വേണ്ടി. പെണ്ണിന് പള്ളിയിൽ പോയി നിസ്കരിക്കൽ പുണ്യമല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവൾ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അവർ വാശി പിടിക്കുന്നു. മരിച്ച മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും ഫലം കിട്ടുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോ അതെല്ലാം മുടക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നു. അതേപോലെ പ്രിയമുള്ള സഹോദരന്മാരെ, എത്രയോ വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. മതത്തിൽ വ്യക്തമായി ഇവർ നടത്തിയ തിരുമറിയുടെ കഥകൾ പറയാനുണ്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ വാക്കിൽ ഞാൻ പറയുന്നു, എന്തുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് തന്നെ സ്വീകരിക്കണം
അനുഗ്രഹിക്കണമെന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ മുസ്തഖീമായ മാർഗത്തിൽ എന്നെ ചേർത്തു തരണമേ. ആ മുസ്തഖീമായ മാർഗം എന്ന് പറഞ്ഞാൽ അല്ലാഹു അനുഗ്രഹിച്ച നബിമാരുടെ, സിദ്ദീഖുകളുടെ, രക്തസാക്ഷികളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു സാലിഹ് എന്ന് പറയാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സാലിഹ് എന്ന് പറയാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? എന്നാൽ ആ പണ്ഡിതന്മാര് മൊത്തം രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് പോയിട്ട് അതാ ആളുകൾ അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. എനിക്ക് വല്ല വിഷമവും വന്നാൽ ഞാൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാറാണെന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിലക്കുള്ള സ്വാലിഹീങ്ങളുടെ മാർഗം മുഴുവനും വിട്ടുകൊണ്ട് ആർക്കും പരിചയമില്ലാത്ത പുതിയ പുതിയ വാദഗതികളുമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നവർ ജുമയുടെ വിഷയത്തിലാവട്ടെ, ഖുതുബയുടെ വിഷയത്തിലാവട്ടെ, നിസ്കാരത്തിന്റെ വിഷയത്തിലാവട്ടെ, സകല വിഷയങ്ങളിലും ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ അഹ്ലു സുന്നത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? മരിക്കുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്കുകളുടെ സെക്യൂരിറ്റി ലഭിക്കാനാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ആളുകൾ, സുമ്മസ്തഖാമു എന്നിട്ട് നേർമാർഗത്തിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ. നേർമാർഗം എന്ന് പറഞ്ഞാൽ നബിമാരുടെ മാർഗം, സിദ്ദീഖുകളുടെ മാർഗം, ശുഹദാക്കളുടെ മാർഗം, സ്വാലിഹീങ്ങളുടെ മാർഗം, അതിൽ ജീവിക്കുകയും ചെയ്തവർ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവർ പറയുന്നു, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. മരണസമയത്ത് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും മലക്കുകളുടെ കാരുണ്യത്തിന്റെ സാന്ത്വനത്തിന്റെ സന്ദേശം കേൾക്കാനും മഹാഭാഗ്യമുണ്ടാകാനാണ് അഹ്ലു സുന്നത്തിന്റെ മാർഗത്തിൽ നിൽക്കണമെന്ന് നാം പറയുന്നത്. നമ്മുടെ ഇടയിൽ തർക്കത്തിലുള്ള ഒരൊറ്റ വിഷയത്തിലും മൗലവി വിഭാഗം, മുജാഹിദ് വിഭാഗം ബിദ്അത്താണെന്ന് പറയുന്നത് ബിദ്അത്താണെന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ രേഖയില്ല. ശിർക്കാണെന്ന് പറയുന്ന കാര്യം ശിർക്കാണെന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ രേഖയില്ല. അതേ സമയത്ത് നാം പറയുന്ന സകല വിഷയങ്ങൾക്കും പണ്ഡിതന്മാരുടെ ഉദ്ധരണി നമുക്ക് കാണിക്കാനുണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസ് നമുക്ക് പറയാനുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങൾ വ്യക്തമാക്കുന്ന രേഖകൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായ സത്യത്തിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വല്ല സംശയങ്ങളും തോന്നുമ്പോൾ ഏതെങ്കിലും ആളുകളുടെ പ്രസ്താവന കേട്ട് അത് വിശ്വസിക്കുന്നതിന് പകരം അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനുള്ള നിർബന്ധ ബുദ്ധിയും സത്യസന്ധമായ അന്വേഷണത്തിനുള്ള മനസ്ഥിതിയും നമുക്കൊക്കെ ഉണ്ടാകണമെന്ന് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അർഹമുർ-റാഹിമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷയത്തിലും അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ. സത്യദീനിനു വേണ്ടി ഒരുപാട് കാലം ആഫിയത്തോടെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ولوالدينا ولجميع المسلمين توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين. السلام عليكم ورحمة الله.